അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? സുഖല റാഹത്തല്ലേ? ഷഫീഖാണ് സൗദി അറേബ്യയിൽ നിന്ന്, റിയാദിൽ നിന്ന്. ഇങ്ങനെ എടുത്തു പറയാനും അതുപോലെ ഇങ്ങനെ ഒരു ഫോൺ വോയിസിൽ വരാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉച്ചക്ക് ഉറങ്ങി എണീറ്റ ടൈമിൽ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജും കിടക്കുന്നുണ്ട്. വീട്ടിൽ നിന്നുണ്ട്, അളിയനുണ്ട്, ഫ്രണ്ട്സുകളുണ്ട്, ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു. എന്താണ് അവിടെ പ്രശ്നം? വോയിസ് കേട്ടോക്കുമ്പോൾ നമുക്ക് തന്നെ ആകെ ബേജാറായി. ആകെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങൾ പറയണേക്കണം, എന്താ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചെയ്യും. ഇവിടെ ഒരു അവസ്ഥയും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളെ ഈ ഓൺലൈനിൽ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രവാസികൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 100ൽ 60% ആളുകളും ളുഹറിന് മുമ്പായിട്ട് എണീക്കുന്ന ആളുകളായിരിക്കും. കുറച്ച് ആളുകൾക്ക് ജോലി ഇല്ലവർ മാത്രമേ രാവിലെ എണീക്കുള്ളൂ. അല്ലാത്തവരൊക്കെ ഏകദേശം ളുഹറിന് മുമ്പായിട്ട് എണീക്കുക. അത് കാരണം ഓൺലൈനിലോ കാര്യങ്ങളൊന്നും കാണൂല. കാരണം അത്താഴച്ചോറ് കഴിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കിടക്കുക. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റമദാൻ മാസമാണ്. അപ്പം പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഏതോ ഓട്ടമൂലി കിടക്കണ വല്ല കുറച്ച് ന്യൂസുകാരുണ്ട്. അപ്പം ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ കണ്ടു, മറ്റേ ബുർജ് ഖലീഫിൻ്റെ ഇപ്പം എന്തൊക്കെ വിഷയം പറഞ്ഞു കണ്ട്. എടാ ചെങ്ങൈമാരെ, നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് നിങ്ങൾ അതെടുത്തിട്ടല്ലേ നിങ്ങൾ ഈ പ്രചരിപ്പിച്ചിങ്ങാണ്ട് ഓരോന്ന് നിങ്ങളെ വോയിസ് കയറ്റി വിടുന്നത് അല്ലേ? കുറച്ച് ആളുകളുണ്ട്, എങ്ങനെ അറിയോ, മറ്റുള്ളവർ ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയൂല. എന്നിട്ട് മറ്റുള്ളവർ വീഡിയോ ചെയ്ത് കൊടുങ്ങാണ്ട് അവനെ കൊണ്ട് കഴിയുന്ന അത്ര അടിച്ച് ലെവലാക്കി പറത്തിയിട്ട് ഇങ്ങനെ വിടുക. എന്നാലല്ലേ വീട്ടുകാരൊക്കെ ആകെ ഇതാവുള്ളൂ, എന്നാലും അവർക്ക് വ്യൂസ് കിട്ടുള്ളൂ. കാരണം വീട്ടുകാർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നോക്കുന്നത് ന്യൂസാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ, നിങ്ങൾ എന്തിനീ പച്ച നുണങ്ങൾ ഈ അടിച്ചുങ്ങാണ്ട് ഇതാക്കാൻ വേണ്ടി നിൽക്കണേ? അവരാകെ ബേജാറായിട്ടാണ് അവർ ഈ വാട്സപ്പിൽ ഇതിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? റമദാൻ മാസമായിപ്പോയി, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പറഞ്ഞതിന്. ഈ ന്യൂസുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടിക്ടോക്ക്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റയിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുറച്ച് വേട്ടവളിയന്മാരുണ്ട്. റമദാൻ മാസമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതോ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കണം. വേറെ ആരോ ചെയ്തൊരു വീഡിയോ എടുത്തിങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവരെ പരിപാടി എന്താ? അതിൻ്റെ ക്യാപ്ഷനും ലൊക്കേഷനും ഒക്കെ മാറ്റം വരുത്തി ഇവരതായിട്ട് എവിടെയാണ് ഇത് എല്ലാ സംഭവം വ്യൂസും കാര്യങ്ങളും കിട്ടണ വെച്ചാൽ ആ ഭാഗത്തേക്ക് ഒരു ലെവലാക്കിയിട്ട് അതിൻ്റെ വോയിസ് റിമൂവ് ചെയ്തിട്ട് ഇവരെ വോയിസ് അയക്കണ കയറ്റും. എന്നിട്ട് ഇവരെ സോഷ്യൽ മീഡിയക്ക് തള്ളും. ഒരു 4 ലൈക്കിനും 4 വ്യൂസിനും വേണ്ടിയിട്ട് കാട്ടണ തെണ്ടിത്തരാണിത്. അത്ര അതിലേറെ ഞാൻ പറയും. കാരണം റംസാൻ ആവുകൊണ്ടാണ് ഏറ്റവും വലിയ തെണ്ടിത്തരങ്ങൾ ചെയ്യണത്. കാരണം ഇപ്പം നാട്ടിൽ നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ എന്താ ഇൻസ്റ്റയിൽ, ഫേസ്ബുക്കൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടുകാരൊക്കെ ഇപ്പോൾ കൂടുതൽ, കാരണം ന്യൂസ് കാണുന്നവരൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങളിങ്ങനെ അടിച്ച് കയറ്റി വിട്ടതിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു രസകരം ഉളിപ്പുണ്ടല്ലോ ചെങ്ങൈമാരങ്ങൾക്കൊക്കെ. എന്താ ഇവരോടൊക്കെ പറയാ? ഇതൊക്കെ ശരിക്കും നമ്മൾ അനീഫ പാണ്ടിക്കാട് സംസാരിക്കണ മാതിരി സംസാരിക്കണം. ഇത് റമദാൻ മാസമായി പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ വീട്ടുകാർ ഇപ്പം എൻ്റെ വീടിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ, ഉമ്മ, പെങ്ങൾ, എന്താ വൈഫ്, കുട്ടികളൊക്കെ പാടുണ്ടാകുമ്പോൾ അവരാകെ ഒരു തണിയാണ് നമ്മൾ. ഇങ്ങനെ ഒരു വീഡിയോസ് നാട്ടിൽ നിങ്ങൾ ഷെയർ ചെയ്ത് 4 ലൈക്കിന് വേണ്ടിയിട്ട് കാട്ടി കൂട്ടുമ്പോൾ ഇവരവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ കുറച്ച് വീഡിയോ ചെയ്യണ വേട്ടവളിയന്മാരെ. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട്. ഇതൊക്കെ എടുത്ത് ഷെയർ ചെയ്യാൻ ഒരു ഒലക്കൻ്റെ മൂഡ് അറിയാതെ എടുത്തെടുത്തിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക, ആളുകളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ. പറഞ്ഞാൽ കൂടിപ്പോവും. ഓക്കെ, ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള വീഡിയോ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞ എൻ്റെ ബാക്കി കാര്യം.